പ്രതീക്ഷിക്കുന്നു. ഹലോ ഹലോ പ്ലീസ് അൺമ്യൂട്ട്. ഞാൻ ഓഡിബിൾ ആണോ ഇല്ലയോ എന്നൊന്ന് കൺഫേം ചെയ്യാനാണ്. ആണ്. ഓക്കെ. സോ നേരത്തെ ഇൻഫോം ചെയ്ത പോലെ ഇന്നത്തെ ടോപ്പിക് സ്ലാബ് ഡിസൈൻ ആണ്. ജസ്റ്റ് കുറച്ച് ബേസിക്സ് പറയും, പിന്നെ ആഡ്സ്ട്രൂ വെച്ച് എങ്ങനെയാണ് സ്ലാബ് ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളതും പറയും. അത്ര ഇന്ന് ചെയ്യുന്നുള്ളൂ. സ്ലാബ് ഡിസൈൻ ഡീറ്റെയിലിംഗ് ചെയ്യുന്ന പാർട്ട് നമുക്ക് നാളെ ഉണ്ടാവും. ഈ ഡിസൈനും ഡീറ്റെയിലിംഗ് തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ഇപ്പൊ തോന്നുന്നുണ്ടാവും. ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് കാൽക്കുലേഷൻസ് ആണ്, ഇത്ര കമ്പി വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കും. ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ എത്ര കമ്പി വേണമെന്ന് വരച്ച് കാണിക്കണം. സോ ആക്ച്വൽ എഫേർട്ട് നമുക്ക് ഡിസൈനേക്കാൾ കൂടുതൽ ഡീറ്റെയിലിംഗിലാണ് വരാം. ഈ ഡീറ്റെയിലിംഗിന് BBS എന്ന് നമ്മൾ പറയാം, ബാർ ബെൻഡിങ് ഷെഡ്യൂൾ അല്ലെങ്കിൽ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഗ്രാഫിക്കലായിട്ട് അതല്ലെങ്കിൽ ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ആണ് നമ്മുടെ ഡിസൈനിന്റെ. അപ്പോൾ ജസ്റ്റ് ഡിസൈൻ ചെയ്താൽ മാത്രം അതിൽ തീരുന്നില്ല. ഒരു സ്ട്രക്ചർ ഡിസൈനറിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഡിസൈൻ ചെയ്ത് ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കണം. സോ അത് 2 ക്ലാസ്സിലായിട്ട് എടുക്കുന്നത്. ഒരു ക്ലാസ്സിൽ ഡിസൈനിന്റെ കോൺസെപ്റ്റും വേറൊരു ക്ലാസ്സിൽ ഡീറ്റെയിലിംഗിന്റെ കോൺസെപ്റ്റും. ഇന്ന് നമ്മൾ ഡിസൈനിന്റെ കോൺസെപ്റ്റാണ് നോക്കുക. ഞാനൊരു ചെറിയ DPT വെച്ചിട്ടുണ്ട്, ബോറടിപ്പിക്കാനല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാൻ വേണ്ടി മാത്രം. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. സ്ക്രീൻ കാണുവാണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യണം, എന്നാലേ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാണാവോ? കാണാം. ഓക്കെ. ഇപ്പൊ സ്ലാബ് എന്ന് പറയുന്ന ഒരു കോൺക്രീറ്റ് എലമെന്റ് നമുക്കറിയാം. നമുക്ക് 1D എലമെന്റ് ഉണ്ട്, 2D എലമെന്റ് ഉണ്ട്, 3D എലമെന്റ് ഉണ്ട്. കോൺക്രീറ്റിലേക്ക് വരുമ്പോൾ 1D നമുക്ക് പറയുകയാണെങ്കിൽ ബീമും കോളൊക്കെ 1D എലമെന്റ്സ് ആയിട്ട് നമുക്ക് ഏകദേശം കൺസിഡർ ചെയ്യാം. പ്യുവർലി അല്ലെങ്കിലും 2D എലമെന്റ് എന്ന് പറയുമ്പോൾ ആണ് നമുക്ക് സ്ലാബ് വരുന്നത്. അതായത് അതിന്റെ ലെങ്ത്തും വിഡ്ത്തും അതിന്റെ തേർഡ് ഡയമെൻഷനേക്കാൾ വളരെയധികം കൂടുതലായിരിക്കും. ഒരു 10 or 20 or even 100 times ലാർജർ ആയിരിക്കും അതിന്റെ തിക്നെസ്സിനേക്കാൾ. അങ്ങനെ വരുന്ന എലമെന്റ്സിനെ നമ്മൾ പൊതുവെ സ്ലാബ് എന്ന് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇത് ജനറൽ ഒരു എനിക്ക് മനസ്സിലായത് വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന തിയറിയാണ്. ഇതല്ലാണ്ട് ടെക്സ്റ്റ് ബുക്സ് നോക്കിയാൽ നിങ്ങൾക്ക് കുറെ എക്സ്പ്ലനേഷൻസും ഡെഫിനേഷൻസും ഒക്കെ കിട്ടും. അത് നിങ്ങളുടെ സൈഡാണ് റെഫർ ചെയ്ത് പഠിക്കുക എന്നുള്ളത്. ഓക്കെ. ഇനി ടൈപ്സ്. സ്ലാബിന് നമ്മൾ പല പേരിലും പറയും, പല ടൈപ്സിലും പറയും. നമുക്ക് അതിനെ കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് അതിന്റെ ഡയമെൻഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും, പിന്നെ ഒരെണ്ണം ലോഡിങ്ങിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, മൂന്നാമത് അതിന്റെ സപ്പോർട്ടിങ് കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. സോ ഡയമെൻഷൻസ് അതുപോലെ ലോഡിങ്ങിനെ ബേസ് ചെയ്തിട്ട് വരുന്ന കമ്പൈൻഡ് കാറ്റഗറിയാണ് 1 way, 2 way, ഫ്ലാറ്റ് സ്ലാബ്, ബാഫിൾ സ്ലാബ് എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം മിക്സ്ഡ് ആണ്. നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിനെ ഒരു ജനറലി ഇതാണ് ഈ കാറ്റഗറി, മറ്റേ കാറ്റഗറിയിൽ പെടില്ല എന്നല്ല, ഇതെല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്. സോ 1 way സ്ലാബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനൊരു ഡെഫിനിഷൻ കാണുന്ന വെച്ചാൽ LX/LY ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിൽ 2 way സ്ലാബും ബാക്കി എല്ലാം 1 way സ്ലാബും. അതായത് LX എന്ന് പറയുന്നത് X ഡയറക്ഷനിലെ ലെങ്ത്തും LY എന്ന് പറയുന്നത് Y ഡയറക്ഷനിലെ ലെങ്ത്തും ആണെങ്കിൽ ഈ രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് നമ്മൾക്ക് ലെസ് ദാൻ 2, അല്ലെങ്കിൽ അതിന്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് റേഷ്യോ 1:0.5 എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതൊരു 1 way സ്ലാബ് ആണ്, അല്ലെങ്കിൽ 2 way സ്ലാബ് ആണ്. ഇതാണ് ഡെഫിനിഷൻ സൈഡിൽ അതിനെ പറയുന്നത്. മോർ ദാൻ ദാറ്റ് നമ്മൾ അതിന്റെ ആക്ഷൻ ആണ്, അല്ലെങ്കിൽ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഡയറക്ഷൻ, അല്ലെങ്കിൽ മൊമെന്റ് കൂടുതൽ പ്രിഡോമിനന്റ് ആവുന്ന ഡയറക്ഷൻ ആണ് നമ്മൾ 1 way, 2 way എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ മൊമെന്റ് അല്ലെങ്കിൽ ബെൻഡിങ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഡയറക്ഷൻ ആയിരിക്കും നമ്മൾക്ക് 1 way സ്ലാബിൽ വരാം. അപ്പൊ ആ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അതിന്റെ സപ്പോർട്ട് കൊടുക്കുക. നമുക്ക് ലോങ്ങർ സൈഡിലാണ് സപ്പോർട്ട് കൊടുത്തേക്കുന്നെങ്കിൽ ഷോർട്ടർ സൈഡിലായിരിക്കും അതിനെ മാക്സിമം ബെൻഡിങ് എന്ന രീതിയിലായിരിക്കും നടക്കുക. നേരെ ഷോർട്ടർ സൈഡിൽ സപ്പോർട്ട് കൊടുത്തിട്ട് ലോങ്ങർ സൈഡിലായിരിക്കും അപ്പൊ അതിന്റെ ബെൻഡിങ് ആക്ഷൻ നടക്കുക. ഇത് തിരിച്ചും വരും കേട്ടോ. നമ്മൾ ഏറ്റവും കൂടുതൽ ഓപ്റ്റിനെ ഡിസൈൻ വൈസ് സേഫ് ആയിട്ട് വരുന്നത് ലോങ്ങർ സൈഡിൽ സപ്പോർട്ട് കൊടുത്തിട്ട് ഷോർട്ടർ സൈഡിൽ ബെൻഡിങ് കൊടുക്കുന്നതായിരിക്കും. ഇനി 2 way സ്ലാബ്, അപ്പൊ ഡിഫ്ലക്ഷൻ കുറവായിരിക്കും. അതായത് സ്ലാബ് ബെൻഡ് ചെയ്യുമ്പോൾ ഒത്തിരി അങ്ങ്, ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 പേരും കൂടി ഒരു കർച്ചീഫ് പിടിച്ചേക്കുക, മൂന്നാമതൊരാളൊന്ന് നടുക്കിട്ട് അതിനെ ഇടിക്കുവാണെങ്കിൽ, ആ കർച്ചീഫിനെ നടുക്കിട്ട് ഇടിക്കുവാണെങ്കിൽ എന്ത് പറ്റും? അത് നടുക്കോട്ട് ഒന്ന് കുഴിയില്ലേ? അപ്പൊ 2 പേര് പിടിച്ചതിന് സ്ഥാനത്ത് 4 പേര് പിടിക്കുന്ന എഫക്റ്റ് ആയിരിക്കും
നമ്മൾ 2 വേ സ്ലാബിന് 2 പേര് പിടിക്കുമ്പോഴുള്ള എഫക്റ്റ് ആണ് 1 വേ സ്ലാബിന്. അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി. സെയിം വേ പേപ്പർ നമുക്ക് വേണമെങ്കിൽ രണ്ട് ഇഷ്ടിക എടുത്ത് വെച്ചിട്ട് ഒരു പേപ്പർ നടുക്ക് വെച്ച് തന്നെ ലോഡ് ചെയ്ത് നോക്കാം. നടുക്കിട്ട് ഒരു പെൻസിൽ വെച്ച് കുത്തുന്നതായിരിക്കും പോയിന്റ് ലോഡിന്റെ ഫീല്. അതേസമയം നടുക്ക് നമ്മൾ കൈവച്ചിങ്ങനെ ഇടിക്കുന്നതിന്റെ ഫീൽ ആയിരിക്കും ഒരു ഒരു ഏരിയ ലോഡിന്റെ എഫക്റ്റ്. ഇനി അതുമല്ല നമ്മൾ അതിന്റെ മേലെ വേറെ ഇഷ്ടിക എടുത്ത് വെക്കുന്ന പോലെ ആയിരിക്കും ഇത്രയും കൂടി ഒരു ഹെവി ലോഡ് അല്ലെങ്കിൽ ഏരിയ ലോഡ് കുറച്ചും കൂടി സ്പ്രെഡ് ആയിട്ടുള്ള രീതിയിൽ വരുന്നത്. അത് ലോഡിങ് പാറ്റേണിനെ കുറിച്ച് ഞാൻ പറഞ്ഞതാ. ഇനി ഫ്ലാറ്റ് സ്ലാബിന്റെ കേസ് എന്ന് പറഞ്ഞാല് സൈഡിലിരിക്കുന്ന ബീം ഒന്നും അല്ല, ജസ്റ്റ് വെർട്ടിക്കൽ ആയിട്ടുള്ള 2 മെമ്പറുമേ സപ്പോർട്ട് ചെയ്യണം. അതാണ്. അല്ലെങ്കിൽ കോളത്തിന്റെ മേളിൽ നേരെ സ്ലാബ് കൊണ്ടുവന്ന് വെക്കുന്നതിനാണ് ഫ്ലാറ്റ് സ്ലാബ് എന്ന് പറയുക. വാഫിൾ സ്ലാബ് ഇതിന്റെ രണ്ടിന്റെയും കൂടി ഇടയില. അതായത് നിറച്ച് ബീം, നമ്മൾ കഴിക്കാൻ വാങ്ങിക്കുന്ന വാഫിളില്ലേ അതുപോലെ ഇരിക്കും സ്ലാബ്. അടിയിൽ നിറച്ച് റിബ് പോലെ ബീം ഉണ്ടാവും, അതിന്റെ മേളിൽ സ്ലാബ്. ഇത് കോമൺ ആയിട്ട് കാണുക എന്ന് പറഞ്ഞാൽ നമ്മള് റാഫ് സ്ലാബ് എന്ന് പറഞ്ഞ് അണ്ടർഗ്രൗണ്ടിൽ കൊടുക്കത്തില്ലേ, അതിലാണ് വാഫിൾ സ്ലാബ് കൂടുതലും കാണാം. റൂഫിങ്ങിൽ നമ്മളത് പൊതുവെ അധികം ഉപയോഗിക്കാറില്ല. പിന്നെ ഉപയോഗിക്കാറുണ്ട് കുറെ കോളം ഫ്രീ ഏരിയാസ് വേണം. ഇപ്പോ പാർക്കിംഗ് ലോട്ടുകളിൽ അല്ലെങ്കിൽ ബേസ്മെന്റ്സിലൊക്കെ നമ്മൾ കാണുന്ന ഏകദേശം ഒരു വാഫിൾ സ്ലാബ് പാറ്റേൺ ആണ്. എക്സാക്ട്ലി അല്ല, ഏകദേശമാണ് ഞാൻ പറയുന്നത്. ഫ്ലാറ്റ് സ്ലാബുകൾ കൂടുതലും നമ്മൾ കാണുന്ന പാർക്കിംഗ് ലോട്ടുകളിൽ തന്നെയാണ് കേട്ടോ. അതായത് ഓപ്പൺ പാർക്കിംഗ് ഏരിയാസിൽ റൂഫിംഗ് പോലെ ചെയ്യുമ്പോഴൊക്കെ ഫ്ലാറ്റ് സ്ലാബ് യൂസ് ചെയ്യാറുണ്ട്. 1 വേ 2 വേ സ്ലാബ് നമ്മളിപ്പോ ഇരിക്കുന്ന വീടിന്റെ വരേക്കും 1 വേ 2 വേ സ്ലാബ് കാറ്റഗറിയിലാണ് വരാറ്. ഇനി ലോഡ് ജനറലി ഡെഡ് ഉണ്ട്, ലൈവ് ഉണ്ട്, എൻവയൺമെന്റ് ഉണ്ട്. ഡെഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്ന ഫർണിച്ചേഴ്സ് അല്ലെങ്കിൽ എന്ത് സാധനം ഫോർ എ ലൈഫ് ടൈം അതിന്റെ മേളിൽ കിടക്കും എന്നുള്ള സാധനം ഡെഡ് ലോഡ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ലൈവ് ലോഡ് എന്ന് പറഞ്ഞാൽ മൂവബിൾ ലോഡ്, നിങ്ങളിരിക്കുന്ന ഫർണിച്ചേഴ്സും ബാക്കി കാര്യങ്ങളൊക്കെ. അത് കുറച്ചാൾ ഇവിടെ വെച്ചാൽ കുറച്ചാൾ കഴിയുമ്പോൾ നമ്മൾ റീഡിസൈൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റൂം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കി പറക്കി മാറ്റി വരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന കബോർഡ് കൊണ്ട് അപ്പുറത്ത് വെക്കും, അപ്പുറത്തിരിക്കുന്ന മേശയും കസരം കൊണ്ടും ഇപ്പുറത്ത് വെക്കും, ബെഡ് എടുത്ത് ഇപ്പുറത്തോട്ടിടും അപ്പുറത്തോട്ടിടും. ഈ പരിപാടികളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിന് ലൈവ് ലോഡ് കാറ്റഗറിയിലോട്ട് വരാം. ഈ ഡെഡ് ലോഡിലെ മെയിൻ ആയിട്ട് വരാം ടൈല് അല്ലെങ്കിൽ അതുപോലത്തെ ഫിനിഷസ് ചെയ്യത്തില്ലേ ഫ്ലോറിങ്ങില്, അതൊക്കെയാണ് കൂടുതൽ ഡെഡ് ലോഡ് കാറ്റഗറിയിലേക്ക് വരത്തുള്ളൂ. ഇനിയിപ്പോ പുല്ല് പിടിപ്പിക്കത്തില്ല ചില ആൾക്കാർ ബാൽക്കണിയിലൊക്കെ, അതൊക്കെ ഡെഡ് ലോഡിൽ വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ലൈവായിട്ട് വരുന്നേക്കാൾ കൂടുതൽ ഡെഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. പിന്നെ എൻവയൺമെന്റൽ, അതായത് സ്ലാബിനെ എക്സ്പോസ് ചെയ്യുന്ന വിൻഡ്, എർത്ത് ഇതൊക്കെ അതിൽ വരും ലോഡിങ്ങിന്റെ കേസിൽ. ഇനി റീഇൻഫോഴ്സ്മെന്റ് കേസ് ഞാൻ പറഞ്ഞു. ലോഡ് വരുമ്പോഴത്തേക്കും ഏത് ഡയറക്ഷനിലാണോ എക്സ് ആക്സിസിലാണോ അത് ലോഡ് ഏറ്റവും കൂടുതൽ ഡിഫ്ലക്ട് ചെയ്യുക, ആ സ്ലാബ് ഏറ്റവും കൂടുതൽ ഡിഫ്ലക്ട് ചെയ്യുക, അതിനെയാണ് അതിന്റെ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ഡയറക്ഷൻ അല്ലെങ്കിൽ മെയിൻ സ്പാൻ ആയിട്ട് നമ്മൾ പറയാം. സ്പാൻ എന്ന് പറയുന്നത് എപ്പോഴും ഏറ്റവും കൂടുതൽ ഡിഫ്ലക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഡയറക്ഷൻ ആയിരിക്കും. പിന്നെ പൊതുവെ കാണുന്നത് മെയിൻ സ്പാൻ അല്ലെങ്കിൽ സ്പാൻ എന്ന് നമ്മൾ പറയുന്നത് ഷോർട്ട് ഡയറക്ഷൻ ആയിരിക്കും. അത് വലിയ സ്ലാബ് 1 വേ ആയാലും 2 വേ ആയാലും ഇറസ്പെക്റ്റീവ് ഓഫ് ദ ടൈപ്പ് ഓഫ് ആക്ഷൻ, നമ്മളുടെ മെയിൻ സ്പാൻ എന്ന് പറയുന്നത് അതിന്റെ ഷോർട്ടർ ആക്സസ് ആയിരിക്കും അല്ലെങ്കിൽ ഷോർട്ടർ ഡയറക്ഷൻ. എക്സ് ആൻഡ് വൈയില് എക്സ് ആണ് ചെറുതെന്ന് എപ്പോഴും നമ്മൾ എടുക്കുക, വൈ ലോങ്ങർ ലെങ്ത് ആയിട്ട് എപ്പോഴും എടുക്കുക. ഡിസൈനിന്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇനി ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് കൊടുക്കുന്നത് ഈ കമ്പിനെ പെർപെൻഡിക്കുലർ ആയിട്ട് പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ബാറിനെയാണ് ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അതായത് വെറുതെ എക്സ് ഡയറക്ഷനിൽ കുറെ കമ്പി നിരത്തി വെച്ച എയറിൽ നിൽക്കുന്ന പോലെ ഇരിക്കത്തില്ലേ, അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതിനാണ് ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഇത് തന്നെ നമ്മൾ 1 വേ സ്ലാബിലാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് അതിനെ മെയിൻ സ്പാൻ റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് വേർതിരിക്കാൻ പറ്റാം. അപ്പോൾ 1 വേ സ്ലാബിലൊക്കെ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റും 10 mm തിക്ക് അറ്റ് 150 സ്പേസിംഗ് ആയിരിക്കും മെയിൻ ബാർ. അതേസമയം 8 mm ഡയ ബാർ അറ്റ് 10 mm തിക്ക് എന്ന് ഞാൻ പറയുന്നത്, സോറി 10 mm ഡയ ആണ്, 8 mm ഡയ അറ്റ് 200 സ്പേസിംഗ് ആയിരിക്കും ഷോർട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം കൂടുതൽ കമ്പി 10ന്റെ കമ്പി 150 സ്പേസിംഗ്, അതാണ് മെയിൻ ബാർ. മറ്റത് 8ന്റെ ഉള്ളൂ, അതും 200 സ്പേസിംഗ് കൂടിയാ വരുന്നത്. അപ്പൊ കമ്പി കുറവാണ്. സ്പേസിംഗ് കൂടുമ്പോൾ റീബാറിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു വരും. അങ്ങനെ നിൽക്കുമ്പോൾ അത് നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റ് ഡയറക്ഷൻ ആണ് അല്ലെങ്കിൽ LY ഡയറക്ഷൻ ആണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി വരുന്നത് കവർ. എത്ര കമ്പി കൊടുത്തു എന്ന് പറഞ്ഞാലും ഈ കമ്പി റസ്റ്റ് ചെയ്ത് നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. റസ്റ്റ് അല്ലെങ്കിൽ ഫയർ വരുമ്പോൾ കമ്പി മെൽറ്റ് ആയി പോയിട്ട് ബിൽഡിംഗ് കൊളാപ്സ് ചെയ്യാം. അങ്ങനെ കൊളാപ്സ് ചെയ്തൊരു ബിൽഡിംഗ് ഉണ്ട്, ബിൽഡിങ്ങിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അതിന്റെ ഇൻസിഡന്റ് പറയാം.
അതായത് ഒരു ബിൽഡിങ് ടെററിസ്റ്റ് അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തതെന്ന് വെച്ചാൽ ആ ബിൽഡിങ്ങിലേക്ക് ഒരു എയറോപ്ലെയിൻ ഇടിച്ച് ക്രാഷ് ചെയ്യിപ്പിച്ചു. ആ എയറോപ്ലെയിൻ്റെ അകത്ത് ഒരു നിറച്ച് എക്സ്പ്ലോസീവ്സ് വെച്ചിരുന്നു. ആ എക്സ്പ്ലോഷൻ കാരണമുള്ള ഹീറ്റ് കാരണം ആ ബിൽഡിങ് ഇരുമ്പ് മെൽറ്റ് ചെയ്താണ് അത് കൊളാപ്സ് ചെയ്തതെന്ന് പറയും. എനിക്ക് തോന്നുന്നതാണ് നമ്മളുടെ എനിക്ക് കറക്റ്റ് പേര് തരുന്നില്ല, അതുകൊണ്ട് ആ ബിൽഡിങ്ങിന്റെ പേര് പറയുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സെയിം വേ കമ്പി മെൽറ്റ് ആയി പോയാൽ അതിന് സ്ട്രെങ്ത് ഇല്ല, അപ്പോൾ പെട്ടെന്ന് കൊളാപ്സ് ആവും. അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അപ്പൊ ഫയർ, അതുപോലെ തന്നെ മോയ്സ്ചർ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളെ റീബാറിന് എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു കവർ കൊടുക്കുന്നത്. ഫയറിന് നമുക്ക് ഫുള്ളി പ്രൂഫ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇപ്പൊ ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ ഇത്ര മണിക്കൂർ വരേക്കും ആ ബിൽഡിംഗ് സ്ട്രോങ് ആയിട്ട് നിൽക്കണം. അതായത് അതിനകത്തുള്ള ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടണം. അതുവരേക്കും അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു കവർ. അതിനെ നമുക്ക് IS കോഡിൽ പല രീതിയിലും കവറിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. കവർ കൊടുക്കുന്നതിന് ഇത്ര മണിക്കൂർ ഫയറിന്റെ കൺസ്ട്രക്ഷൻ, അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്പോഷർ കണ്ടീഷൻസ്, ഇപ്പൊ കോസ്റ്റൽ ഏരിയയിലേക്ക് ആണെങ്കിൽ എപ്പോഴും ഉപ്പുകാച്ച, പെട്ടെന്ന് കൊറോഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അവിടെ അപ്പോൾ കവർ കൂടുതൽ വേണം. അങ്ങനെ ഓരോ റീജിയൻ വൈസ് എക്സ്പോഷർ കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ട്, ഫയറിനെ ബേസ് ചെയ്തിട്ട്, ഇതിനെ ബേസ് ചെയ്തൊക്കെയാണ് കവർ ഡിസൈഡ് ചെയ്യുന്നത്. ഇത് എല്ലാത്തിനും ആപ്ലിക്കബിൾ ആണ്. ജസ്റ്റ് സ്ലാബിന് മാത്രമല്ല, ബീം, കോളത്തിന് എല്ലാത്തിനും വരുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞത്. ഇനി വരുന്ന ഡിസൈൻ കൺസിഡറേഷൻസ് ആണ്. ഏറ്റവും മേജർ ആയിട്ട് നമ്മൾ നോക്കുന്നത് സ്പാൻ ടു ഡെപ്ത് റേഷ്യോ ആണ്. അതായത് നമ്മളുടെ സ്ലാബിന്റെ കനം, തിക്നെസ് മിനിമം ഇത്രയെങ്കിലും ഇല്ലെങ്കിൽ അതിനെ ലോഡ് ചെയ്യുമ്പോൾ തന്നെ അത് ബെൻഡ് ചെയ്ത് പോകും. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, പേപ്പർ പിടിച്ചിട്ട് അല്ലെങ്കിൽ കർച്ചീഫ് ഒരാൾ പിടിച്ചിട്ട് പഞ്ച് ചെയ്യുന്നു. കർച്ചീഫ് എന്ന് പറയുമ്പോൾ ഭയങ്കര തിന്നാണ് അതിന്റെ തിക്നെസ്. അപ്പൊ അതില് മാക്സിമം അത് കീറി പോവാണ്ട് അത് വലിച്ചു പിടിക്കാൻ പറ്റുന്ന മാക്സിമം ഒരു ലോഡ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അത് വെച്ചുമ്പോൾ അത് കീറിപ്പോവും. പേപ്പർ ആയാലും കർച്ചീഫ് ആയാലും എന്തായാലും മാക്സിമം ഒരു ലോഡ് വരെ സഹിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ അത് കീറിപ്പോവും. അങ്ങനെ കീറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം ഡെപ്ത് അല്ലെങ്കിൽ മിനിമം ഡെപ്ത് എത്ര കൊടുക്കണം എന്നാണ് നമ്മൾ സ്പാൻ ടു ഡെപ്ത് റേഷ്യോ വെച്ച് പറയുന്നത്. ഇതിന് ഡയറക്റ്റ് IS കോഡ് ആയിട്ടൊരു റിലേഷൻ ഉണ്ട്. നമുക്ക് IS 456-നകത്ത് ക്ലോസ് 24-ന്റെ അകത്ത് പേജ് 39 ഇതിനകത്ത് നമുക്ക് സ്ലാബിനെ കുറിച്ച് പറയുന്നുണ്ട്. ജനറലി 2 ഡയറക്ഷനിൽ വരുന്ന 2-വേ സ്ലാബിനാണെങ്കിൽ ഈ സ്പാൻ ടു ഡെപ്ത് റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ, അല്ലെങ്കിൽ മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്, സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് 35ഉം കണ്ടിന്യൂസ് ആണെങ്കിൽ 40. ഇത് തന്നെ നമ്മൾക്ക് ഗ്രേഡ് ഓഫ് സ്റ്റീൽ വെച്ച് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. FE 415 ആണെങ്കിൽ നമ്മൾ ഈ ഫാക്ടറിന് ഒന്നും കൂടി 0.8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് യൂസ് ചെയ്യത്തുള്ളൂ. ഇപ്പൊ നമ്മൾ പൊതുവെ 415-ന് മേലുള്ള ഗ്രേഡുകളൊക്കെ ആട്ടോ ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ 550 ആണ് ഇപ്പൊ റെക്കമെൻഡ് ചെയ്യുന്ന ഗ്രേഡ്. അത് ഇതിനും ഫാർ ഹയർ ആണ്. പക്ഷെ കോഡിൽ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇനി കോഡ് റിവിഷനൊക്കെ വന്നാൽ ചിലപ്പോൾ നമുക്ക് അതിനുള്ള പുതിയ ഫാക്ടേഴ്സ് കിട്ടുമായിരിക്കും. ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഇത് തന്നെ ഫോളോ ചെയ്യാം. 0.8 × 40 36 ടൈംസ് എന്നുള്ള രീതിയിലാണ് നമുക്ക് ഏകദേശം ആ റേഷ്യോ, സ്പാൻ ടു ഓവറോൾ ഡെപ്ത് റേഷ്യോ കിട്ടുക. നമ്മൾ തിരിച്ച് നമ്മളുടെ PPG ഒന്ന് പോവാം. ഇത് തന്നെ ഷിയർ. മിക്കവാറും നമ്മൾ ഈ സ്പാൻ ടു ഡെപ്ത് റേഷ്യോ സേഫ് ആയിട്ട് വെച്ചാൽ ഷിയറിന് സേഫ് ആയിരിക്കും കേട്ടോ. അതും പ്ലസ് നമ്മളുടെ കമ്പിയും കൂടി ഷിയർ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഉണ്ടാവാത്ത കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്പാൻ ടു ഡെപ്ത് റേഷ്യോ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല, റിഫ്ലക്ഷൻ അല്ലെങ്കിൽ നമുക്ക് ഇത്ര ഡെപ്തി കൂടുതൽ കൊടുക്കാൻ പറ്റില്ല എന്ന റെസ്ട്രിക്ഷൻ ഉള്ള ഏരിയാസിലാണ് ഷിയർ സ്ട്രെങ്ത്തിന് വേണ്ടി അഡീഷണൽ ബാർ ഇടേണ്ടി വരുള്ളൂ. അല്ലാത്ത കേസിൽ അഡീഷണൽ ബാർ ഇല്ലാണ്ട് ജസ്റ്റ് മെയിൻ ബാർ ഡിസ്ട്രിബ്യൂഷൻ മാത്രം മതിയാവും. ഷിയറിന് വേണ്ടി അഡീഷണൽ ബാർ ഇടേണ്ടി വരാറില്ല. പൊതുവേ സ്ലാബ് നമ്മൾ അങ്ങനെയാണ് ഡിസൈൻ ചെയ്യാറ്. പിന്നെ വന്നത് ഡ്യൂറബിലിറ്റിനെ എഫക്ട് ചെയ്യുന്ന, ഡയറക്റ്റ് എഫക്ട് ചെയ്യുന്ന കാര്യമാണ് കവറും ഗ്രേഡ് ഓഫ് കോൺക്രീറ്റും, അതുപോലെ ഗ്രേഡ് ഓഫ് സ്റ്റീലും. പിന്നെ വരുന്ന കൺസ്ട്രക്ഷൻ പ്രാക്ടീസ്. ഇത് ഡിസൈനായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലെങ്കിലും സ്ലാബിന്റെ ലൈഫിന് നല്ല ബന്ധമുണ്ട്. ഒന്ന് ഫോം വർക്ക്. ഒരു ഇൻസിഡന്റ് ഉണ്ടായെന്ന് വെച്ചാൽ, കുറെ ഇൻസിഡൻസ് നമ്മൾ കാണുന്നുണ്ട്, ഒന്നല്ല ഒരുപാട് കാണുന്നുണ്ട്. ഡെയിലി ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കേൾക്കുന്നുണ്ടാവും, വാർത്തോണ്ടിരിക്കുമ്പോൾ തട്ട് തകർന്ന് പണിക്കാരുൾപ്പെടെ ഇത്ര പേർക്ക് കാഷ്വാലിറ്റി. അത് മെയിൻ ഫോം വർക്കിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് ആണ്. ഇപ്പൊ പല കോൺട്രാക്ടേഴ്സും ഈ ഫോം വർക്ക് വാടകയ്ക്ക് എടുക്കുമ്പോൾ അഡ്ജസ്റ്റ്മെന്റിന് 1-2 സപ്പോർട്ട്സ് അവിടുന്ന് ഇവിടുന്നൊക്കെ മാറ്റി വെക്കും. അപ്പൊ എന്താ പറ്റുക, അവിടെ വാർക്കുമ്പോൾ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഉള്ള ലോഡ് താങ്ങാൻ പറ്റാണ്ട് ഫോം കൊളാപ്സ് ചെയ്യും. അപ്പോൾ ഇൻഡയറക്ട്ലി ആ സ്ലാബ് ഫെയിലായി. മനസ്സിലായോ? കൺസ്ട്രക്ഷൻ ടൈമില്
മെയിൻ ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ മെയിൻ ഒരു കാര്യം ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യൂഷ്വലി ഫോം വർക്കിന്റെ പ്രോപ്പ് വെക്കണം. അതായത് അത് നമ്മൾ ജാക്കി എന്ന് പറയുന്നത് വെർട്ടിക്കൽ പ്രോപ്പ് അല്ലെങ്കിൽ ജാക്കി വെക്കുമ്പോൾ 1 മീറ്റർ സ്പേസിംഗ് ആണ് നമ്മൾ ഒരു അലവബിൾ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അതിലും കുറച്ചാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അതിൽ കൂടി പോകരുതെന്നാണ് യൂഷ്വലി പറയാം. എന്നാലേ സ്ലാബിന് സഫിഷ്യന്റ് സപ്പോർട്ട് കിട്ടുള്ളൂ. മിക്കയിടത്തും നമ്മൾ കാണുവാണെങ്കിൽ ഷട്ടറിങ്ങിന് യൂസ് ചെയ്യുന്ന പാനൽസിന് 1 മീറ്ററിന്റെ അടുത്തുള്ള സൈസേ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ അതിന് സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ സ്പാൻ എന്ന് പറഞ്ഞൊരു എന്താ പറയാ ക്രോസ് മെമ്പർ ഉണ്ട്. അതിനടിയിൽ ജാക്കി കൊടുത്തിട്ടാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ സ്പേസിംഗ് ആണ് ഞാൻ പറഞ്ഞത്. 1 മീറ്റർ ആണെങ്കിൽ ഓക്കെ ആണ്. അപ്പൊ നിങ്ങളിപ്പോ സൈറ്റിൽ പോവാണ്, നിങ്ങൾ ഡിസൈൻ ചെയ്ത് കൊടുത്തൊരു സ്ലാബ് സൈറ്റിൽ പണിയുമ്പോൾ ഇൻസ്പെക്ഷന് പോവുകയാണെങ്കിൽ സപ്പോർട്ട് തൊട്ട് നോക്കണം. അല്ലെങ്കിൽ വാർത്തോണ്ടിരിക്കുമ്പോൾ തന്നെ അതിന് സ്ലാബ് ഡിഫക്ട്സ് അല്ലെങ്കിൽ ഡിഫോർമിറ്റീസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് വൈബ്രേഷൻ. സ്ലാബ് കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓവർ വൈബ്രേറ്റ് ചെയ്യാനും പാടില്ല, അണ്ടർ വൈബ്രേറ്റ് ചെയ്യാനും പാടില്ല. ആക്ച്വൽ എത്രയാണോ റിക്വയർഡ് അത്രയും തന്നെ കൊടുക്കണം. അപ്പൊ അത് ആ കോൺക്രീറ്റ് പോർ ചെയ്യുമ്പോൾ ഒത്തിരി തിക്നെസ് ഉള്ള സ്ലാബ് ഒക്കെ ആണെങ്കിൽ ഇൻ ലെയേഴ്സ് ഒരു 10 സെന്റിമീറ്റർ 15 സെന്റിമീറ്റർ ലെയേഴ്സ് ആയിട്ട് ഒഴിച്ചിട്ട് നന്നായി വൈബ്രേറ്റ് ചെയ്ത് കൊടുത്ത് അത് ഫില്ല് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അടുത്ത ലെയർ. പക്ഷെ ഈ ലെയേഴ്സ് തമ്മിൽ ഒരു 30 മിനിറ്റ്സിന് കൂടുതൽ ഗ്യാപ്പ് വരരുത്. അത്രയും വന്നാൽ ഇനീഷ്യൽ സെറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. അത് ചെയ്യാണ്ട് ഉള്ള രീതിയിൽ വൈബ്രേറ്റ് ചെയ്ത് കൊടുക്കണം. തേർഡ് എന്ന് പറയുന്നത് ക്യൂറിങ്. എന്തൊക്കെ ഡിസൈൻ ചെയ്താലും എങ്ങനെയൊക്കെ പണിതാലും ക്യൂറിങ് കറക്റ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും, ഹൈഡ്രേഷൻ അത് കാരണമുള്ള ക്രാക്കുകൾ, ഷ്രിങ്കേജ് ക്രാക്ക്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും അപ്പോഴും ഈ സ്ലാബിന് അതിന് എക്സ്പെക്ടഡ് ലൈഫ് എക്സ്പെക്ടൻസി അല്ലെങ്കിൽ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പൊ ക്യൂറിങ്ങും ആസ് പെർ കോഡ് 7 days കൊടുക്കുക. അതല്ലാണ്ട് വേറൊരു കാര്യം, ക്യൂറിങ് കൂടാണ്ടൊരു കാര്യം ഫോം വർക്ക് റിമൂവൽ ആണ്. കാസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമല്ല റിമൂവ് ചെയ്യുമ്പോഴും പ്രത്യേകതയുണ്ട്. റിമൂവ് ചെയ്യുമ്പോൾ സ്ലാബിന് 28 ദിവസം കഴിയാണ്ട് ഇത്രയും കൂടുതൽ ലോഡ് ചെയ്യാൻ പാടില്ലെന്നുണ്ട്. നമ്മൾക്കറിയാലോ ക്യൂബ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് 7 days 60% to 70% നമ്മൾ ഒരു സ്ട്രെങ്ത് അച്ചീവ് ചെയ്യണം. പിന്നെ ഒരു 80 to 90 ആയിരിക്കും. പിന്നെ ഒരു 95 എബവ് ആണ് നമ്മൾ 20 days എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ആ റേഞ്ചിലുള്ള കോൺക്രീറ്റിന് എത്ര ലോഡ് ക്യാരി ചെയ്യാൻ പറ്റും, ആ റേഞ്ച് സ്ട്രെങ്ത് ഉള്ള സ്ലാബിന് എത്ര ലോഡ് ക്യാരി ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ കൂടുതൽ മെറ്റീരിയൽ ഒരിക്കലും ആ സ്ലാബിന്റെ മേളിൽ വെപ്പിക്കാൻ പാടില്ല. പൊതുവെ സൈറ്റുകളിൽ കാണുന്ന വെച്ചാൽ തൊട്ട് മേളിൽ ഒരു ഫ്ലോർ ഉണ്ടെങ്കിൽ ആ ഫ്ലോറിലേക്കുള്ള മെറ്റീരിയൽ കമ്പി ആവട്ടെ, സിമെന്റ് ആവട്ടെ, ബ്രിക്ക് ആയിക്കോട്ടെ, എന്തുണ്ടോ അതെല്ലാം കൊണ്ടുവന്ന് അടിയിൽ കാസ്റ്റ് ചെയ്ത് സ്ലാബിന്റെ മേളിൽ വെക്കും. ആ സ്ലാബ് ചിലപ്പോൾ ഫോം വർക്ക് സ്ട്രിപ്പ് ചെയ്തിരിക്കുന്നതായിരിക്കും, വേറെ സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. ഒത്തിരി ലോഡ് ചെയ്ത് വരുമ്പോൾ അടിയിൽ ആ സ്ലാബ് ക്രാക്ക് ചെയ്യാൻ തുടങ്ങും. ചെറിയ ഫൈൻ ക്രാക്സ് ഫോം ചെയ്ത് പതിയെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ ക്രാക്സ് വൈഡൻ ആകും. പിന്നെ അത് സ്പ്രെഡ് ചെയ്യും, സ്ലാബ് ഫീൽ ആവും. ഈവൻ ബിഫോർ ബിൽഡിംഗ് പണിത് ആ ആൾക്ക് താമസിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ അത് ഫീൽ ആയിട്ടുണ്ടാവും. അങ്ങനെ കുറെ ഇൻസിഡൻസ് കാണുന്നുണ്ട്. ഇതെല്ലാം സ്ട്രക്ചറൽ എഞ്ചിനീയറിന്റെ തന്നെ റെസ്പോൺസിബിലിറ്റി വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ പ്രൊജക്ട് മാനേജേഴ്സ് അല്ലേ ശ്രദ്ധിക്കേണ്ടതെന്ന്. അല്ല, നമ്മൾ സ്ട്രക്ചർ ഡിസൈൻ ചെയ്ത് കൊടുക്കുമെന്നുള്ളവർക്ക് സർട്ടിഫൈ ചെയ്ത് സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഇത് പണിയുമ്പോൾ ഞാൻ ഇത് ഇൻസ്പെക്ട് ചെയ്ത് ഞാൻ ഡിസൈൻ ചെയ്തതിന് അക്കോർഡിംഗ് ആണെന്ന് എൻഷുർ ചെയ്തു എന്നുള്ള രീതിയിലാണ് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുന്നത്. സോ പണിയുന്ന സമയത്ത് പണി കഴിയുമ്പോഴുള്ള സമയത്തും നമ്മളുടെ ഒരു മേൽനോട്ടം ഉണ്ടാവണം. അപ്പൊ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, ഇതൊക്കെ ഒരു പ്രൊജക്ട് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം, പക്ഷെ ഫുള്ളി നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ല എന്ന് പറയാൻ പാടില്ല. ഓക്കെ, ജനറലി എഞ്ചിനീയർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ വരുന്നത് സ്ലാബിന്റെ തിക്നെസ്. പൊതുവെ നമ്മൾ റെസിഡൻഷ്യൽ ബിൽഡിങ്ങില് 100 to 150 റേഞ്ചിലാണ് സ്ലാബിന് തിക്നെസ് കാണുന്നത്. ഇത് തന്നെ ഞങ്ങൾ ഇവിടെ ഡിസൈൻ പ്രാക്ടീസിൽ യൂസ് ചെയ്യുക 110 and above ആണ്. 100 യൂസ് ചെയ്യാറില്ല, 110 and above. അത് എന്ന് വെച്ചാൽ നമ്മൾ 25 കവറും കൊടുത്തു കഴിയുമ്പോൾ ബാക്കി 75 റീബാറിന് ലിവറാം ഉണ്ടാവുള്ളൂ. 75ന്റെ പകുതി, അതായത് ഒരു 37 സംതിങ് റീബാറിന് ലിവറാം കിട്ടുള്ളൂ. അത് ഇത്തിരി കൂടി കൂടുതൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് 110ലേക്ക് നമ്മൾ വെച്ചിട്ട് മിക്കതും ഡിസൈൻ ചെയ്ത് പോകുന്നത്. ഇനി ഇത് 150 നിൽക്കുള്ളൂ എന്ന് വെച്ചിട്ട് 150 കൂടുതൽ കൊടുക്കാറുണ്ടോ ചില ബിൽഡിങ്ങില്. അതായത് വലിയൊരു ഹാൾ എന്ന് വിചാരിക്കാം, അതിന്റെ നടുക്ക് ബീം വേണ്ടാന്ന് ആർക്കിടെക്ട് നിർബന്ധം പറഞ്ഞു. അവർക്ക് അത് എസ്തെറ്റിക്കലി ഒട്ടും ഭംഗിയില്ല. ആ വീടിന് നടുക്കൊണ്ടുന്ന ആ ബീം വട്ടം വെക്കല്ലേ എന്ന് അവർ നിർബന്ധം പറഞ്ഞു എന്ന് വിചാരിക്കാം. തൊട്ട് മേളെ
ആ സ്ലാബിന് മുകളിൽ നമുക്ക് ഒരു ബാൽക്കണി ഏരിയ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഓപ്പൺ ടെറസ് ആണ്. ഓപ്പൺ ടെറസിന് അത്ര ലോഡ് വരില്ല. ബാൽക്കണി ഏരിയ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രത്യേക ജിം റൂം ഒക്കെ ആണെന്ന് വിചാരിക്കുക. സോ ഒബ്വിയസ് നല്ല ലോഡ് ഉണ്ടാവും. അപ്പൊ ആ സ്ലാബ് ഈവൻ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ പോലും നോർമൽ ബെഡ്റൂം ആണെങ്കിൽ പോലും അതിന്റെ സൈസ് കാരണം അതിന് സ്ലാബിന് ഡിഫ്ലക്ഷൻ കൂടുതലായിരിക്കും. ഡിഫ്ലക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ തിക്നെസ് കുറച്ചൊന്ന് കൂട്ടേണ്ടി വരും. ഒരു 160 170 റേഞ്ച് വരെയൊക്കെ പോവാറുണ്ട്. ഇനി അത് സ്പെഷ്യൽ കേസ് ആണ്, എപ്പോഴും അല്ല. ജനറലി ആർക്കിടെക്ട് അല്ലെങ്കിൽ അതിന്റെ പ്ലാനിങ് ചെയ്ത ആള് അതിനെ കോൺട്രഡിക്ട് ചെയ്യുന്ന കേസിൽ മാത്രമാണ് നമ്മൾ അത്ര ഹയർ തിക്നെസ്സിലേക്ക് പോവാറുള്ളൂ. ഈ റെസിഡൻഷ്യൽ സ്ലാബ്സ് കൂടുതൽ സിംഗിൾ മെഷ് ആയിരിക്കും. അതായത് ബോട്ടം മാത്രം റീഇൻഫോഴ്സ്ഡ് ആയിരിക്കും, ടോപ്പ് നമ്മൾ യൂഷ്വൽ സപ്പോർട്ടിൽ മാത്രമേ ചെയ്യത്തുള്ളൂ. ഇനി കൊമേഴ്ഷ്യലിലേക്ക് വരുമ്പോൾ നമുക്ക് 150 to 200 വരാറുണ്ട്. ഈ 200 അടുത്തൊക്കെ വരുമ്പോൾ മിക്കവാറും അത് ഡബിൾ മെഷ് ആയിരിക്കും. അതായത് ബോട്ടം ഒരു റീബാർ മെഷ് ഉണ്ടാവും, ടോപ്പ് റീബാർ മെഷ് ഉണ്ടാവും. നിങ്ങൾ ബീമായിട്ട് ആലോചിക്കുക, ബോട്ടം ബാറും ടോപ്പ് ബാറും സെയിം വേ ബോട്ടം മെഷ് എന്ന് നമ്മൾ പറയാം. അതായത് രണ്ട് ഡയറക്ഷനിലും കമ്പിയുണ്ട്, താഴെയും മേലിലും. പിന്നെ നമുക്ക് വരുന്ന ഇൻഡസ്ട്രിയൽ ആണ്. അത് പറയുമ്പോൾ തന്നെ അറിയാം, അവിടെ നമുക്ക് സാധാ റെസിഡൻസിലെ പോലെ ഉള്ള ലോഡ് അല്ല. എക്യുപ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ജനറേറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വലിയ സൈലോ ആയിരിക്കും, അല്ലെങ്കിൽ അതുപോലെ ഹെവി റോട്ടറി മെഷീൻസ് ആയിരിക്കാം. അപ്പൊ അവിടെ ലോഡ് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള കേസിൽ നമുക്ക് കവറും റീബാറിന്റെ കവറും ഭയങ്കര കൂടുതൽ കൊടുക്കണം. അപ്പൊ അതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഹയർ തിക്നെസ് 200ലേക്കൊക്കെ പോകേണ്ടി വരാം. പിന്നെ വരുന്നത് ക്രാക്ക് ഇൻ സ്ലാബ്. ഇത് നമ്മൾ ഒട്ടും ഇഗ്നോർ ചെയ്യേണ്ട കാര്യമല്ല. നിങ്ങളിപ്പോ ഒരു സ്ലാബ് കാസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു 7 ദിവസം കഴിഞ്ഞിട്ട് അതിന്മേൽ ചെറിയ ഫൈൻ ക്രാക്സ് വരുവാണെങ്കിൽ പോലും ശ്രദ്ധിക്കണം. ആ ചെറിയൊരു ഫൈൻ ക്രാക്കിന് തന്നെ പല അർത്ഥങ്ങളുണ്ട്. ഫൈൻ ക്രാക്സ് യൂഷ്വലി അത് ഷ്രിങ്കേജിന്റെ ക്രാക്കാണ്. അത് മെയിൻ ആയിട്ട് ഭയങ്കര ചൂട് കാലാവസ്ഥ അല്ലെങ്കിൽ ഓവർ കോൾഡ് ആയിട്ടുള്ള ക്ലൈമറ്റിലൊക്കെ കോൺക്രീറ്റിന് ഹൈഡ്രേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്നു, ഹൈഡ്രേഷൻ കുറയുന്നു, അങ്ങനെ പല കാര്യങ്ങൾ വരുമ്പോഴത്തേക്കുമാണ് ഷ്രിങ്കേജിന്റെ ക്രാക്ക് വരുന്നത്. യൂഷ്വലി ഹയർ ടെമ്പറേച്ചർ, ഭയങ്കര ചൂടുള്ള കാലാവസ്ഥയിൽ ഇപ്പൊ സമ്മർ സീസണിൽ കാസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ നമുക്ക് ഷ്രിങ്കേജ് ക്രാക്കിന്റെ ഒരു ഇഷ്യൂ വരും. അതിനാണ് നമ്മൾ പ്രോപ്പർ ക്യൂറിങ് എൻഷുർ ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഓവർലോഡിങ്. നേരത്തെ ഞാൻ പറഞ്ഞൊരു കേസ്, അതായത് ഓൾറെഡി അതിന്റെ സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുന്നതിന് മുന്നേ അതിന് ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തപ്പോൾ നമ്മളിപ്പോ 2 kN/m², അല്ലെങ്കിൽ ആ ഡിസൈൻ ടൈമിൽ ആ ബിൽഡിങ്ങിൽ ആ റൂം നമ്മളിപ്പോ റെസിഡൻഷ്യൽ പർപ്പസിനാണ് യൂസ് ചെയ്തെന്നുള്ള രീതിയിലുള്ള ലോഡായിരിക്കും എടുത്തേക്കുന്നത്. ആഫ്റ്റർ ഡിസൈൻ ആ ബിൽഡിങ് അവര് കൊമേഴ്ഷ്യൽ പർപ്പസിന് മാറ്റി അതിന് മേലൊരു പ്രിന്റിംഗ് പ്രസ് നടത്തിയെന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് പറ്റും? ലോഡ് മാറി. അപ്പൊ സ്ലാബിന് ക്രാക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനത്തെ കേസിൽ നമ്മൾ ആ സ്ലാബിനെ സേവ് ചെയ്യാൻ വേണ്ടി റെട്രോഫിറ്റ് ചെയ്യും. അപ്പൊ മിക്കവാറും ആളുകൾ വിട്ടുപോകുന്ന ഒരു കാര്യമാണ്, റെസിഡൻഷ്യൽ ബിൽഡിങ്സ് റീപർപ്പസ് ചെയ്യുമ്പോൾ അവര് അതിൽ വരാവുന്ന ലോഡ് ആ സ്ലാബ് ഡിസൈൻ ചെയ്തപ്പോഴുള്ള ലോഡിനേക്കാൾ കൂടുതലാണോ ചെക്ക് ചെയ്യാൻ വിട്ടുപോകും. അത് ക്രാക്ക് വന്നു കഴിയുമ്പോൾ അതിലേക്ക് അവർ ഓടി വരും സ്ട്രക്ചർ എഞ്ചിനീയറിന്റെ അടുത്ത്, അയ്യോ എന്റെ ബിൽഡിങ്ങിന് ക്രാക്ക് വന്നു, അതെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു വരും. ക്രാക്ക് ശ്രദ്ധിച്ചില്ല, അത് വിട്ട് കളഞ്ഞ് ചെറിയ ക്രാക്കല്ലേ പോട്ടെ എന്ന് വിചാരിച്ചാല് കാലക്രമേണ ആ ക്രാക്ക് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത അത്രയും വലിയ ഡാമേജിലേക്ക് മാറും. ക്രാക്ക് വരും, കമ്പി തുരുമ്പിക്കും, പിന്നെ ഫുൾ സ്ലാബ് പൊളിച്ചു കളഞ്ഞ് രണ്ടാമത് പണിയണം. ഒരു സ്ലാബ് പണിയാൻ ഇങ്ങനെ ഒരു 10,000 രൂപയുടെ ചെലവ് ഉണ്ടാവില്ലേ? 10,000 രൂപ ഒന്നും പോരാ, എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു 10,000 രൂപയുടെ ചെലവ് നമ്മൾ ചെയ്തൊരു സാധനം പണിത് 28 ദിവസം കഴിഞ്ഞത് യൂസ് ചെയ്യുവാണ്, ആ സാധനം കംപ്ലൈന്റ് ആയി വീണ്ടും പൊളിച്ച് ചെയ്യണമെന്നെങ്കിൽ അത്രയും തന്നെ ഡബിൾ ഇൻവെസ്റ്റ്മെന്റ് ആണ്. സോ ബെറ്റർ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ക്രാക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിന് പ്രോപ്പർ സപ്പോർട്ട് മെത്തേഡ്സ്, ഇപ്പൊ ഓവർ ഡിഫ്ലക്ഷൻ കാരണമാണെങ്കിൽ ഒരു ഇൻ ബിറ്റ്വീൻ ഒരു ബീം ആഡ് ചെയ്ത് നമുക്ക് റിട്രോഫിറ്റ് ചെയ്തെടുക്കാം. അപ്പൊ സ്ലാബിന്റെ ലോഡ് ബർഡൻ കുറയും. അല്ല ക്രാക്ക് വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണെങ്കിൽ നമുക്ക് അതിനെ ഗ്രൗട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യാം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതെല്ലാം പ്രാക്ടീസ് ചെയ്ത് അതിനെ റിസ്റ്റോർ ചെയ്യാൻ നോക്കണം. അപ്പൊ നമുക്ക് കുറച്ച് നാളും കൂടെ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് കൺസ്ട്രക്ഷൻ പ്രാക്ടീസസ് ആണ്. ക്വാളിറ്റി ഓഫ് കോൺക്രീറ്റ്, ക്വാളിറ്റി ഓഫ് വാട്ടർ യൂസ്ഡ്, പിന്നെ അഡ്മിക്സ്റ്റേഴ്സ്. നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന സെയിം മിക്സ് തന്നെ ആയിരിക്കണം അവരവിടെ യൂസ് ചെയ്യുന്നത്. അതായത് M30 എന്ന് പറഞ്ഞാൽ M30 തന്നെ സ്ട്രെങ്ത് കിട്ടുന്ന മിക്സ് ആയിരിക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ഞാൻ പറഞ്ഞു തരുന്നതല്ല, ഡിസൈൻ പൊതുവെ നമ്മൾ ജസ്റ്റ് പേപ്പറിൽ വരെയും നിർത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള ഒരു പോയിന്റിലേക്ക് നമ്മൾ ആരും ചിന്തിക്കത്തില്ല. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഇതിനെ കുറിച്ച് പറഞ്ഞത്. ഇനി നമുക്ക് ഡിസൈൻ നോക്കാം. ഞാൻ സ്ലാബിന്റെ ഡിസൈൻ ഇങ്ങനെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, അതിന് മെയിൻ വരുന്ന സ്റ്റെപ്സ് പറഞ്ഞു പോകുള്ളൂ.
നിങ്ങൾക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ റെഫറൻസ് മെറ്റീരിയൽ ഓൺലൈൻ കുറെ അവൈലബിൾ ആണ്, അതെടുക്കാം. അതല്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ തരാം. ഓക്കെ. പൊതുവെ 2 വേ സ്ലാബിലും 1 വേ സ്ലാബിലും ഡിസൈൻ അപ്രോച്ച് ഡിഫറെന്റ് ആണ്. ആദ്യം നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുകയാണ് ചെയ്യുക. ഇപ്പൊ ഒരു സ്ലാബ് കിട്ടിയ 1 വേ ആണോ 2 വേ ആണോ എന്ന് ചെക്ക് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ അതിനകത്ത് തിക്നെസ് വേണമെന്ന് ഡിസൈഡ് ചെയ്യും. സോ തിക്നെസ് നമ്മൾ എടുക്കുന്ന അതാണ് IS 456 ക്ലോസ് 24 അനുസരിച്ച് കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 24 അനുസരിച്ച് LX ബൈ ആ വാല്യൂ ഞാൻ നേരത്തെ കാണിച്ചില്ലേ 35 40 ഈ വാല്യൂ എടുത്തിട്ട് നമ്മൾ എത്രയാണ് ഡിഫ്ലക്ഷൻ വെച്ചിട്ടുള്ള ഡിഫ്ലക്ഷൻ സേഫ് ആയിട്ടുള്ള തിക്നെസ് നമ്മൾ കണ്ടുപിടിക്കും. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പിന്നെ ചെയ്യുന്നത് വെച്ചാൽ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യും, മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യും. മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസൈൻ എത്ര ഡെപ്ത് സേഫ് ആണോ എന്ന് ചെക്ക് ചെയ്യും. പിന്നെ അതിന് റീബാർ ഡിസൈൻ ചെയ്യും. റീബാർ ഡിസൈൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മൾ കുറച്ച് ചെക്കാ ചെയ്യുന്നത്. ഒന്ന് അതിന്റെ സ്പേസിങ്, കമ്പിയുടെ സ്പേസിങ് ചെക്ക് ചെയ്യും. മാക്സിമം സ്പേസിങ്ങിനേക്കാൾ കൂടുതൽ, മാക്സിമം അലൗബിൾ സ്പേസിങ്ങിനേക്കാൾ കൂടുതൽ വരുന്നുണ്ടോ, പിന്നെ ഏരിയ ഓഫ് സ്റ്റീല് മിനിമം സ്റ്റീലിന്റെ അത്രയും കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ മിനിമം സ്റ്റീൽ കൊടുക്കാൻ നോക്കണം. ഷിയറിന്റെ ചെക്ക് ഞാൻ പറഞ്ഞു, ഷിയറിന് വേണ്ടി സാധാരണ നമ്മൾ എക്സ്ട്രാ ബാർ ഇടാറില്ല. ഷിയറിന് സേഫ് ആക്കി എന്നുള്ള രീതിയിലാണ് നമ്മൾ തിക്നെസ് എടുക്കാറ്. അല്ലെങ്കിൽ നമ്മൾ പിന്നെ കമ്പി അതിനനുസരിച്ച് എക്സ്ട്രാ അഡീഷണൽ റീൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ വരുന്നത് ക്രാക്ക്, ഷ്രിങ്കേജ് ക്രാക്കിനുള്ള ചാൻസസ് ഉണ്ടോ എന്ന് നോക്കും. ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ സ്റ്റെപ്സിൽ വരുന്നത്. അത് 1 വേ ആയാലും 2 വേ ആയാലും അത് തന്നെയാണ്. ഈ ഡിസൈൻ വേണമെങ്കിൽ ഞാനൊരു സാമ്പിൾ നിങ്ങൾക്ക് തരാം. മാനുവലി നിങ്ങൾ ഓൾറെഡി ഡിസൈൻ പഠിക്കുന്നതുകൊണ്ട് ഞാനിത് റിപ്പീറ്റ് ചെയ്യാതെ, വെറുതെ സമയം കളയണോ, നിങ്ങൾക്ക് സ്ലാബ് ഡിസൈൻ പറഞ്ഞു തരണോ, ആർക്കെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ക്ലാസ് ഡിസൈഡ് ചെയ്യാം. അതായത് സ്ലാബിന്റെ മാനുവൽ ഡിസൈൻ പഠിപ്പിച്ചു തരണോ? ഈ ടാപ്സിൽ ഡിസൈൻ ചെയ്ത് റിസൾട്ട്സ് കിട്ടുന്നത് കഴിഞ്ഞ ക്ലാസ്സിലെ ദിവ്യ കവർ ചെയ്തിരുന്നു. അതിൽ സ്ലാബ് അനാലിസിസ് റിസൾട്ട്സ് എങ്ങനെ എടുക്കുന്നതെന്ന് ആള് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഒരുവിധം എല്ലാ സ്ലാബിലും നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പ്രോപ്പറായിട്ട് ലോഡ് ചെയ്ത് അതിന്റെ സപ്പോർട്ട്സ് നമ്മൾ എഡ്ജ് കണ്ടീഷൻസ് ഡിഫൈൻ ചെയ്ത് അതിനുശേഷം ലോഡ് ചെയ്യുന്നത്. അതിന്റെ അനാലിസിസ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട്സ് പക്കയാണ്. നമുക്ക് അത് കുറെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യാം നമ്മുടെ റിസൾട്ട്സിന് വേണ്ടി. ഭയങ്കര വലിയ സൈസിലെ സ്ലാബുകളൊക്കെ വരുമ്പോൾ നമുക്ക് അത്രയും ഫൈനൽ ലെവലിലേക്ക് FEM വെച്ച് സോൾവ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യണം. ഈ ടാപ്സ് ഒരു പ്രോപ്പർ സൊല്യൂഷൻ ആണെന്ന് ഞാൻ പറയത്തില്ല. ബട്ട് നോർമൽ ഒരു 5 മീറ്റർ വരെയൊക്കെ വരുന്ന സ്ലാബുകൾക്ക് നമുക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. റിലയബിൾ ആണ് കുറച്ചും കൂടെയൊക്കെ. ഈ മാനുവൽ മെത്തേഡ്സ് ഒക്കെ ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആണ്. ആരും മാനുവലി സ്ലാബ് ഡിസൈൻ ചെയ്യാറില്ല. പിന്നെ ചെയ്യണം എന്നുണ്ടെങ്കിൽ IS 456 നമ്മുടെ ക്ലോസ് 24ഉം അതുപോലെ തന്നെ അനക്സ് ഡിയും ഉണ്ട്. അനക്സ് ഡിയും വെച്ചിട്ടാണ് നമ്മൾ യൂഷ്വൽ ഡിസൈൻ ചെയ്യുക. അനക്സ് ഡിയിൽ ക്ലിയർ ആയിട്ട് സ്ലാബിന്റെ ബിഹേവിയർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇതും കൂടി ഒന്ന് പറഞ്ഞിട്ട് നിർത്തുവാണ് ക്ലാസ്. അനക്സ് ഡിയില് അവര് മൊമെന്റ് കാൽക്കുലേഷൻ വരില്ല. മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാല് മൊമെന്റ് വെച്ചിട്ടാണ് നമ്മൾ എത്ര കമ്പി വേണമെന്നും കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പൊ മൊമെന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്ത് അതിന്റെ ബിഹേവിയർ പഠിക്കുക, അതായത് മൊമെന്റ് പഠിക്കുക, മൊമെന്റ് ഡയഗ്രാം പഠിക്കുക. എന്നിട്ട് അതിനെ ബേസിട്ട് കമ്പി ഇടും. അപ്പൊ മൊമെന്റ് എവിടെയാണോ മാക്സിമം അവിടെയാണ് കമ്പിയുടെ ആവശ്യം കൂടുതൽ. അപ്പൊ MX എന്നുള്ള ആൽഫ എക്സിന്റെ W ഇൻറ്റു LX സ്ക്വയർ. W എന്ന് പറയുന്നത് ലോഡാണ്, L നമ്മളുടെ അതിന്റെ സ്പാൻ ആണ്, ആൽഫ അതിന്റെ കോഎഫിഷ്യന്റ് ആണ്. കോഎഫിഷ്യന്റ് മെയിൻ ആയിട്ട് വരുന്നത് അതിന് എഡ്ജ് കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് കോഎഫിഷ്യൻസ് മാറിക്കൊണ്ടിരിക്കുന്നത്. IS കോഡ് മെയിൻലി നമ്മൾ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. സിംപ്ലി സപ്പോർട്ടഡ് ഒരു കണ്ടീഷനും കൺസിഡർ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പാർഷ്യൽ ഫിക്സിറ്റി എന്നുള്ള ഒരു കണ്ടീഷനും കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പോ അത് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് എന്നല്ലെങ്കിൽ നിൽക്കട്ടോ, സോറി, അതായത് ഫിക്സ്ഡ് മൊമെന്റ്സ് എന്നുള്ള രീതിയിലല്ല, സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് എന്നുള്ള രീതിയിലാണ് ഇത് കൺസിഡർ ചെയ്തേക്കുന്നതും ഡിസൈൻ കോഎഫിഷ്യൻസ് തന്നേക്കുന്നതും. ഫിക്സ്ഡ് അല്ലെങ്കിൽ പാർഷ്യൽ ഫിക്സിറ്റി എന്നുള്ള കേസിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ കോഎഫിഷ്യൻസ് കുറച്ചൊക്കെ മോഡിഫൈ ആകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ FEM ബേസ്ഡ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ടാണ് അത് ഡിസൈൻ ചെയ്തെടുക്കുന്നത് കുറച്ചും കൂടി നല്ലത്. ഓക്കെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാനുവൽ ഡിസൈൻ മെത്തേഡിൽ നമ്മൾ കൂടുതലും കാണുക ഈ കോഎഫിഷ്യൻസ് അനക്സ് ഡിയിലെ ടേബിൾ 6 കോഎഫിഷ്യൻസ് വെച്ചിട്ടാണ് യൂഷ്വലി കാൽക്കുലേറ്റ് ചെയ്തെടുക്കാറ്. ഇത് തന്നെ നമുക്ക് കാണാം, സ്ലാബിനെ സ്ട്രിപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്യും.
അതായത് ഈ എഡ്ജ് സ്ട്രിപ്പ് വരുന്ന പോർഷനിലാണ് നമ്മൾ ടോപ്പില് യൂഷ്വൽ സ്ലാബിന് ബെൻഡ് ചെയ്യുമ്പോൾ മേളിൽ നിന്ന് ലോഡ് വരുന്നെങ്കിൽ താഴേക്കായിരിക്കും ബെൻഡ് ചെയ്യുക. താഴെ മിഡിലായിട്ട് നമുക്കൊരു സാഗിങ് മൊമെന്റും എഡ്ജിലായിട്ട് ഹോഗിങ് മൊമെന്റും ആണ് ഉണ്ടാവുക. എഡ്ജിൽ തന്നെ ഈ എഡ്ജ് സ്ട്രിപ്പിന്റെ പോർഷനിലാണ് നമുക്ക് ടോപ്പ് ബാർ കൊടുക്കേണ്ടി ടോപ്പിൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കേണ്ടി വരുന്നത്. ആ പോർഷനിൽ ബോട്ടത്തിൽ റീഇൻഫോഴ്സ്മെന്റ് യൂഷ്വലി വേണ്ടി വരാറില്ല. ഇനി മിഡിൽ സ്ട്രിപ്പിലാണ് നമ്മൾക്ക് ബോട്ടം മൊമെന്റ്, അതായത് ബോട്ടം സാഗിങ് മൊമെന്റ് കൂടുതൽ വരാം. അത് തന്നെ ഏറ്റവും സെൻട്രലായിരിക്കും ഏറ്റവും കൂടുതൽ വരാം. അതായത് ലോഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ, ഏരിയ ലോഡ് ആണെങ്കിലാണ് ഞാൻ ഈ പറയുന്ന കേസ്. പോയിന്റ് ലോഡ് ആണെങ്കിൽ ഈ കഥയൊന്നും ഇതിൽ പോകത്തില്ല. അതിന് നല്ലത് FEM തന്നെയായിരിക്കും. ഏരിയ ലോഡാണ് നമ്മൾ ഏരിയ ലോഡായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എഡ്ജ് സ്ട്രിപ്പില് ടോപ്പില് നെഗറ്റീവ് മൊമെന്റും മിഡിൽ സ്ട്രിപ്പില് ബോട്ടത്തില് പോസിറ്റീവ് മൊമെന്റും എന്ന രീതിയിലായിരിക്കും വരാം. അപ്പൊ അത് എത്ര വാല്യൂ ആണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനൊക്കെയുള്ള ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്കിവിടെ കുറെ കോപ്ഷൻസ് പറയുന്നുണ്ട്. ഇതിൽ ഈ ഇതുണ്ടോ, ഇത്രയും പോർഷൻ വായിച്ചു നോക്കി നിങ്ങൾക്ക് അത് കാണാം. ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് മിഡ് സ്പാനിലാണെങ്കിൽ മിഡിൽ സ്ട്രിപ്പിൽ നമ്മൾ കൊടുക്കുമ്പോൾ 0.25 L കണ്ടിന്യൂസ് എഡ്ജിലും 0.15 L ഡിസ്കണ്ടിന്യൂസ് എഡ്ജിലും. അതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് എഡ്ജസ് ആണ്, കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന സ്ട്രിപ്പിലാണെങ്കിൽ അതിന്റെ വാല്യൂ എത്ര വരും. അങ്ങനെ ഓരോ പോർഷന്റെയും നമുക്ക് ഇതിനകത്ത് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് എത്രയാണ് റീബാർ കൊടുക്കേണ്ടി വരും. അതായത് ബാറിന്റെ ഡീറ്റെയിലിംഗിന്റെ പോർഷൻ ആണ് ഈ എഴുതിയേക്കുന്നത് കേട്ടോ. ഡീറ്റെയിലിംഗിന്റെ സൈഡ് വരുമ്പോഴത്തേക്ക് ഇത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ ടോർഷൻ നമ്മൾ ജനറലി സ്ലാബിൽ കൺസിഡർ ചെയ്യാണ്ടാണ് ഇതിന്റെ അകത്ത് ഈ കോപ്ഷൻസ് വന്നേക്കുന്നത്. അതായത് സ്ലാബില് ടോർഷൻ അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് ആക്ഷൻ ഒരിക്കലും നടക്കുന്നില്ല എന്ന് കൺസിഡർ ചെയ്തിട്ട്. ടോർഷൻ എഫക്ട് വരുന്നുണ്ടെങ്കിൽ അതിന് അഡീഷണൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണം. കോർണേഴ്സിലാണ് കൂടുതലായിട്ട് ഇത് വരാറ്. അതിനെങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ് ഈ ഒരു പോർഷനിൽ കണ്ടോ. D1.8 തൊട്ട് 10 വരെ 11 വരെയും പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ അതിനെ കുറിച്ചാണ്. ഓക്കെ, സോ ഇത് വെച്ചിട്ടുള്ള ഡിസൈൻ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് സിലബസിലുള്ളതാണ്, പഠിപ്പിച്ചിട്ടുണ്ടാവും. ഇല്ല പഠിപ്പിച്ചിട്ടില്ല, അതിന് നെക്സ്റ്റ് സെമ്മിലാണെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ ഇതിന്റെ ഡിസൈൻ പറഞ്ഞു തരാം. അല്ല അത് ഈ ഓൾറെഡി കവേർഡ് ആണെങ്കിൽ നമ്മളിത് റിപ്പീറ്റ് ചെയ്തില്ല. പകരം ആഡ്സ്ട്രോ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പൊ 1/2 മണിക്കൂർ ആയില്ലേ. അപ്പൊ നമുക്ക് ഇതിനകത്ത് സ്ലാബിന്റെ നമ്മൾ ഈ പറഞ്ഞ ഇതിനകത്ത് എത്ര പേജ് ഉണ്ട്, 1 2 3 4 പേജുള്ള ഡിസൈന് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് 5 സെക്കൻഡിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇന്റർഫേസ് ആണ് ആഡ്സ്ട്രോന്റെ സ്ലാബ് ഡിസൈൻ മോഡ്യൂള്. സ്ലാബ് ഡിസൈൻ എന്നൊരു മോഡ്യൂൾ ഉണ്ട്. ഈ സോഫ്റ്റ്വെയർ ഞാൻ നിങ്ങൾക്ക് ഇന്ന് അയച്ചു തരും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻസ്റ്റാൾ ചെയ്യാം. അതിന് ലോഗിൻ ഐഡിയും പാസ്വേഡും ഞാൻ തരും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം, ടെസ്റ്റ് ചെയ്യാം, പഠിക്കാം. അത് നാളെ ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും ആയിരിക്കും ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരും. ഡിസൈൻ കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ചെയ്യുന്ന പോർഷനും ഞാൻ കവർ ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് നിർത്തുവാണ്. മാനുവൽ ഡിസൈനിന്റെ പോർഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളൊന്ന് എനിക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ മാനുവൽ ഡിസൈനിന്റെ പോർഷൻ ഞാൻ എടുത്തു തരാം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.